മുൻപിൽ ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നിത്യവും ദൈവത്തിന്റെ ആടുകൾ ആ ഇടയന്റെ വഴിയിൽ മാത്രമേ നടക്കും. അല്ലെ, ദൈവൻ അത് കൊണ്ടുപോകുന്ന സ്ഥലത്ത് മാത്രമേ അത് പോകും. ആ ഇടയൻ ശബ്ദം കേൾക്കും. ഇടയൻ വിളിച്ചാലേ ആ ആട് വരും. അപ്പോൾ നമ്മൾ അതേക്കുറിച്ച് നമ്മൾ 2-3 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ പോലെ. 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. ദൈവം അറിയോ? അപ്പോ പൂർണ്ണമായി ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ ദൈവം ഇങ്ങനെ നിങ്ങളെ അറിയോ? ദൈവത്തെ സ്നേഹിക്കണമെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവം അറിഞ്ഞിരിക്കണേ. ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളെ ദൈവം അറിഞ്ഞിരിക്കണേ. നാളാഴ്ച പള്ളിയിൽ വന്നുകൊണ്ട് ദൈവം അറിയുന്നില്ല, നടക്കത്തില്ല. നാം ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? നിങ്ങൾ നമുക്ക് ദൈവം മുൻമാതിരി നമുക്ക് കാണിച്ച്, ദൈവം തന്നെ നമുക്കെല്ലാം സകലതും കാണിച്ചിട്ട് പോയതാണ്. ദൈവത്തെ സ്നേഹിക്കണമെങ്കിലോ ദൈവം അവനെ അറിഞ്ഞിരിക്കണേ. നാം ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയോ? കർത്താവെ സ്നേഹിക്കുന്നവർ ചെയ്യും, അവന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. നമ്മൾ ജീവിതത്തിൽ അനുസരണയില്ല. അപ്പൊ ദൈവത്തെ എങ്ങനെ നമ്മൾ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ട്? നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ പറയുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ഇതെല്ലാം ശരിയാണ്. ஆனால் എന്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാത്ത കാരണം നമുക്ക് ഇപ്പോഴും നമുക്ക് എന്തില്ല? സുബോധമില്ല. എന്താണ് സുബോധം എന്ന് പറഞ്ഞാൽ ദൈവം എന്നിൽ വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ സുബോധം നമുക്ക് ഇല്ല. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മളൊരു മനുഷ്യനെ പോലാണ് ഇപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത്. ദൈവം വസിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണോ? ആ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിവരണം, അല്ലെങ്കിൽ പുറത്തു വരണം. നമ്മൾ നേരത്തെ പാപത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. നാം ഇപ്പോൾ പാപം ചെയ്യുന്നുണ്ടോ? പാപം ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഇല്ല? നിങ്ങൾ നേരത്തെ പാപം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പാപം ചെയ്യുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പാപമാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞ്. എന്തുകൊണ്ട് പാപമാണ് നിങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞത്? ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി, ദൈവം നിങ്ങൾ വസിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെയും ആ പാപം ചെയ്യുന്നില്ല, അല്ലെ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, ദൈവം എന്നിൽ വസിക്കുന്നുണ്ട്, അവൻ എന്റെ ഹൃദയത്തിൽ പാർക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശരിക്കും ഞാൻ ആരാണ്? വസിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ആ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയ ഒരു ആഹാരമുണ്ട്. നമ്മൾ പുറമെയുള്ള മനുഷ്യനുക്ക് നമ്മൾ എത്ര സമയം നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്? 3-4 പ്രാവശ്യം ആഹാരം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് കിട്ടുന്നത്? ഷുഗർ, BP, ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? കൊളസ്ട്രോള് എത്ര സമയം കഴിക്കുന്നുണ്ട്? 3 നേരം 4 നേരം കഴിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ വസിക്കുന്നുണ്ട്. അവൻ നമ്മുടെ അകത്ത് നിലനിൽക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? വചനം ആവശ്യമാണ്. ആ വചനം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഫ്ലഷ് അല്ലെങ്കിൽ ഈ ജഡത്തിൽ എന്താവും? നാം കൊടുക്കാൻ വേണ്ടി ഒരു വില കുറയും. പലപ്പോഴും നമ്മൾ കൊടുക്കാൻ വേണ്ടി കൊടുക്കാതെ നാം ഈ ശരീരത്തെ നാം അധികമായി പോറ്റുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊണ്ട് അധികമായി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളിൽ എന്തില്ല വ്യത്യാസം ഇപ്പോഴും വെളിവാകുന്നുണ്ട്. നിങ്ങൾ ഈ ശരീരത്തെ വിട്ടേക്ക്, ഈ ശരീരം നശിച്ചു പോകും. ஆனால் നിങ്ങളുടെ ആത്മ ദൈവസ്ഥലിൽ എത്തണമെങ്കിൽ ആ വചനം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിറയ്ക്കണം. ആ വചനം നിങ്ങളുടെ ആത്മാവെ ബലപ്പെടുത്തും. ആ വചനം, ദൈവത്തിന്റെ ആത്മ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപം വരുമ്പോൾ അത് ചെയ്യാതെ എന്ന് ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ പറയും.
ഇതൊരു ശബ്ദം. ഇൻ കേസ് നിങ്ങൾ പാപം ചെയ്തു പോയി, നിങ്ങൾ പാപം ചെയ്താലോ പിന്നീട് ഉള്ളിട്ട് പറയോ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു പോയി, നാം മാനസാന്തരപ്പെടും, നമുക്കൊരു കുറ്റബോധം അത് കൊടുക്കുന്നതും ആരാണ്? ദൈവം തന്നെയാണ്. ആ കുറ്റബോധം മനസ്സിലാവും, നാം മടങ്ങി ദൈവസന്നിധിയിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യണം. ദൈവസന്നിധി നമ്മൾ ഏറ്റു പറഞ്ഞ് നിങ്ങൾ ചെയ്ത തെറ്റിനെ മാനസാന്തരപ്പെട്ട് നിങ്ങൾ കർത്താവിന്റെ അടുക്കൽ മനം തിരിയണം. ഞാൻ ഇത്രയും പറഞ്ഞത് ഉള്ളാണ് മനുഷ്യൻ നാം എന്ത് ചെയ്യണം? ബലപ്പെടുത്തണം. അത് ഒറ്റ ഒരു ആധാരമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. ദൈവത്തിന്റെ വചനം കൂടാതെ നമ്മുടെ ആത്മാവിനെ പോഷിപ്പാൻ ആർക്കും കഴിയത്തില്ല. വചനം ജീവനാണ്. ആ ജീവൻ എന്നിൽ വെളിപ്പെടണം. ആ ജീവൻ നിങ്ങൾ വെളിപ്പെട്ടാൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവൻ മറ്റുള്ളവർക്ക് വ്യാപരിക്കുവാൻ ഇടയാകും. നിങ്ങൾ പറഞ്ഞ വാക്ക് ദൈവം അതെ മാനിക്കും. അതുകൊണ്ടാണ് എലിയ പറഞ്ഞ്, എന്താണ് പറഞ്ഞത്? എലിയ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുള്ളത് മഴയും മഞ്ഞും പെയ്യത്തില്ല. കർത്താവ് മാനിച്ച. എന്തുകൊണ്ട് മാനിച്ച്? അവൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ, ദൈവത്തിന്റെ വായായി പ്രവർത്തിക്കുന്നവൻ, ദൈവത്തിന്റെ പ്രവാചകൻ. അവൻ പറഞ്ഞ വാക്ക് ദൈവം എന്ത് ചെയ്ത്? മാനിച്ച്. അവൻ ദൈവസന്നിധിയിൽ നിൽക്കുക. അവനക്ക് ഇത്ര ബലമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാ നിങ്ങളിലും എന്നിലും വസിക്കണമെങ്കിൽ എന്റെ വാക്കിന് നിങ്ങളുടെ വാക്കിന് എത്ര അധികാരമുണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വാക്കിന് എത്ര അധികാരമുണ്ട്? നിങ്ങളുടെ ആത്മാ, നിങ്ങൾ പരിശുദ്ധാത്മാ നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കിന് എത്ര അധികാരം, ആ ശക്തിയും ഉള്ളത് നിങ്ങൾ ഓർത്ത് നോക്കണം. വചനം ദൈവത്തെ സ്നേഹിക്കണമെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെ ആരുമില്ല. നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാണ്. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമുക്ക് പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുന്നില്ല? ഈ വചനങ്ങൾ അറിയാതെ കൊണ്ടാണ്. ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാം ഇപ്പോഴും പല തെറ്റുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ അതിരാവിലെ നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കുമ്പോൾ ദൈവം കർത്താവ് നല്ല രാത്രികാലം സുഖമായി നമുക്ക് ഉറക്കം നൽകി അതൊക്കെ നമുക്ക് അണികരയേറ്റാം. കർത്താവ് നമുക്ക് ജീവനെ തന്ന് ഒരു ദിവസം കൂടെ നമുക്ക് പ്രഭാതം ദൈവം കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മൾ ചെയ്യണം, ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ സംസാരിക്കുവാൻ ഇടയാകുന്നു. പറയണം, യഹോവയുടെ ഇടയിലാണ് എനിക്ക് മുട്ടുണ്ടാകില്ല. ഈ ദിവസം അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുന്നു, സ്വസ്ഥ വെള്ളത്തിൽ എന്നെ കിടത്തുന്നു. അല്ലേ? നമ്മൾ അങ്ങനെ വചനങ്ങൾ പറഞ്ഞ് ശീലിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ പറയട്ടെ, ആ വചനങ്ങൾ നിങ്ങൾ ആ ദിവസം മുഴുവൻ നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളെ വഴി നടത്തും. അതേപോലെ നിങ്ങൾ പറയണം, ഞാൻ ഇന്ന് വായ്പ മേടിക്കത്തില്ല, കർത്താവ് എന്നെ വായ്പ കൊടുക്കണേ മാറ്റുമെന്ന് നിങ്ങളുടെ ഇല്ലായ്മയിൽ ദാരിദ്ര്യത്തിൽ നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. നമ്മളുടെ എല്ലാ ദൈവത്തിന്റെ വചനവും ദൈവ സ്വാസ്യമെങ്കിൽ, ദൈവത്തിന്റെ ജീവനാണെങ്കിൽ ആ ജീവനെ കൊണ്ടുവരും. അത് നിങ്ങൾ പറഞ്ഞു നോക്കണം. അതിങ്ങനെ വിശ്വാസത്തോടെ നിങ്ങൾ പറഞ്ഞു നോക്കണം. നമുക്ക് അടുത്തൊരു വാക്യോട് വായിക്കാം. നാഹും 1-ാം അധ്യായം 7-ാം വാക്യം. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവും ആകുന്നു. ഏത് ദിവസത്തിലാണ്? കഷ്ട ദിവസം ശരണം. ഓക്കെ, അടുത്തതാണ് പറഞ്ഞത്, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ദൈവം ആരാണ് അറിയുന്നത്? ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. നമ്മുടെ ആശ്രയം എവിടെ? നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താണ്? നാം ദൈവത്തെ ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ പ്രതികൂല സാഹചര്യം വരുമ്പോൾ നമ്മുടെ ആശ്രയം എവിടെയാണ്? മനുഷ്യർ നമ്മൾ ആശ്രയിക്കുന്നത് അല്ലെ? വചനപ്രതി മനുഷ്യരിൽ ആശ്രയിക്കുന്ന കാട്ടിലും യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പൊ വചനം പ്രതി തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നമ്മൾ പഠിക്കണം ബൈബിൾ എന്താണ് ആശ്രയിക്കുന്നത് എങ്ങനെയാണെന്ന് ബൈബിൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു അടിമയായി കൊണ്ടുപോകപ്പെട്ട വ്യക്തികളായിരുന്നു അല്ലേ? ബാബിലോൺ
ബാബിലോൺ ആ ദേശത്ത് എന്ത് ചെയ്ത് രാജ ഒരു വലിയൊരു ബിംബത്തെ ഉണ്ടാക്കി. ആ ബിംബത്തെ എന്ത് ചെയ്ത് നമസ്കരിക്കണം. ആ ദേശത്തിലെ നിവാസികളും അടിമയെ കൊണ്ടുപോകപ്പെട്ട എല്ലാ വ്യക്തികളും എന്ത് ചെയ്യണം? ആ ബിംബത്തെ നമസ്കരിക്കണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഒരു സൗണ്ട് മ്യൂസിക് അവർ വായിക്കുമ്പോൾ സകല മനുഷ്യർ എന്ത് ചെയ്യണം? അത് മുൻപായി നമസ്കരിക്കണം. പക്ഷെ ഇവരെന്ത് ചെയ്ത് ഈ ഷാദ്രാഖ് മേശക് ആബേദ്നേഗോ ചെയ്ത് നമസ്കരിച്ചില്ല. എന്തുകൊണ്ട് നമസ്കരിച്ചില്ല? അവരുടെ വിശ്വാസം ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് തന്നെ ആശ്രയിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ ബിംബത്തെ നമസ്കരിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. രാജാവ് വിളിച്ച്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയാണ്. എന്താണ് ശിക്ഷ? എരിയ തീച്ചൂള്. അല്ലേ? അത്രയ്ക്ക് എണ്ണയുടെ എത്രയോ 7 മടങ്ങ് ചൂട് അവരാക്കിയിട്ട് എരിയുടെ തീച്ചൂളി എന്ത് ചെയ്തു? എണ്ണയുടെ തീച്ചൂളയിൽ ഇടുമെന്ന് പറഞ്ഞിട്ടും അവരെന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഈ കഥയ്ക്ക് അറിയാമല്ലേ? ദൈവം ഞങ്ങൾ ഇത് വിടുവിച്ചാലും ഇല്ലെങ്കിലും നാളെ ബിംബത്തെ നമസ്കരിക്കും. ഇതാണ് ആശ്രയം. നമ്മളിപ്പോ പ്രതികൂലമില്ലാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് വളരെ ഈസിയാണ്, അത് എളുപ്പമുള്ള കാര്യമാണ്. ஆனால் നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വിരോധമായി പ്രതികൂല സമയം വരുമ്പോൾ അപ്പോഴാണ് നാം ശരിക്കും അറിയാൻ കഴിയും നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ലോകത്തിലാണോ മനുഷ്യരാണോ എന്ന് അറിയാൻ കഴിയും. ശാന്താക്ക് പറഞ്ഞ് 3 പേര് എന്ത് പറഞ്ഞേ? ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വിടുവിച്ചാലും ശരി, വിടുവിച്ചില്ലെങ്കിൽ ശരി, ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഇതുകൊണ്ട് തെറ്റാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ആ വിഗ്രഹങ്ങളെ നമസ്കരിക്കാൻ പാടില്ല. അതുതാണ് നിയമം. ആ നിയമം ഇപ്പോൾ നമുക്കുണ്ട്. അല്ലേ? ചിലപ്പോൾ നമ്മൾ വിഗ്രഹങ്ങൾ മുൻപ് നമ്മൾ നമസ്കരിക്കത്തില്ല. നമ്മൾ അറിയാത്ത വിഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തെ കാട്ടിലും നാം ഏതിന് ഇമ്പോർട്ടൻസ് അധിക മുഖ്യത്വം കൊടുക്കുന്നുണ്ടോ ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി മാറും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും രാജാവെ ഞങ്ങൾ തൂക്കി കൊന്നാലും ശരി, അല്ലെങ്കിൽ ഞങ്ങൾ എന്റെ ചട്ടിൽ ഇട്ടാലും ശരി, ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. കർത്താവ് വിടുവിച്ച എപ്പോ വിടുവിച്ച്? തീച്ചുള്ളി ഇട്ട ശേഷമാണ് ദൈവം അവിടെ ഇറങ്ങിയത്. അല്ലെ? അതിനും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടില്ല. എണ്ണയുടെ അത്രയും കടുത്തമേറിയ 7 മടങ്ങ് അവർ ചൂടാക്കി എണ്ണയിൽ എന്ത് ചെയ്ത് അവർ ഇട്ട്. ஆனால் അവർ ഇട്ടപ്പോൾ അവിടെ കൂടെ ആൾ വന്ന് ദൈവം വന്നു. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. രാജാവ് നോക്കുമ്പോൾ ഇതെന്താണ്? നമ്മൾ 3 പേരുടെ ഫോട്ടോ, ഇപ്പൊ എത്ര പേരുണ്ട്? 4 പേര്. 4ാമത് ദൈവം ഇറങ്ങിയപ്പോൾ ആ തേജസ് ഇത് ചെയ്ത് അവർ മുടി പോലും നശിച്ചു പോകുമായിട്ട് അവർ താഴ്വണ്ണം. ആ ദൈവ സാന്നിധ്യം, ആ ദൈവത്തിന്റെ തീയാണ് ശരിക്കും അവിടെ ഇറങ്ങിയത്. ആശ്രയം നമ്മൾ പഠിക്കുന്നത്, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ അപ്പോഴേ ദൈവം നമുക്ക് ടെസ്റ്റ് വയ്ക്കാം. നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് ആണോ ഇല്ലയോ എന്ന് ദൈവം പരീക്ഷിക്കും. എന്ത് ചെയ്ത്? അബ്രഹാമിനെ എന്ത് ചെയ്ത് പരിശോധിച്ച്, നിന്റെ ഏകജാത മകനെ എന്ത് ചെയ്യാം? നീ എനിക്ക് വേണ്ടി യാഗമായി തരണമെന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു മടിയും കൂടാതെ എന്ത് ചെയ്ത് തന്റെ മകനെ യാഗമായി കൊടുക്കുവാൻ ഇടയായി. നമുക്ക് പലപ്പോഴും ചെയ്യുന്നത് ദൈവം ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും തന്നെ മടിയാണ്. നമുക്കുള്ളത് കൊടുക്കാൻ നമുക്ക് മടിയാണ്. പറയട്ടെ, ദൈവം നമ്മൾ ചോദിച്ചാൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച് കൊടുക്കുക. നീ കൊടുത്താൽ ദൈവം രട്ടത്തിനെ തന്നെ കൊടുക്കും. അത് ഏതായിരുന്നാലും, നിങ്ങൾ മക്കളായിരുന്നാലും ശരി, പണമായിരുന്നാലും ശരി, നിങ്ങളുടെ വസ്ത്രമായിരുന്നാലും ശരി, ഏത് കാര്യമായിരുന്നാലും ശരി, ദൈവം നിങ്ങൾക്ക് ഒരു ആവശ്യപ്പെട്ട നിങ്ങൾ അത് ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ പറയട്ടെ, ദൈവം അത് രട്ടത്തണയായി തന്നെ നിങ്ങൾ തിരിച്ച് ദൈവം തരും. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം സംഭവിക്കും. ഞാൻ പറഞ്ഞത്, വചനം തങ്ങൾ ആശ്രയിക്കുന്നവരെ
ദൈവം അറിയുന്നു. നമ്മുടെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിൽ ആയിരിക്കട്ടെ. പിന്മാറിപ്പോയാൽ ഞാൻ പറയട്ടെ, ചിലപ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കായിരിക്കും, ஆனால் നമ്മുടെ ആത്മാ ദൈവത്തിന്റെ അടുക്കൽ എത്തത്തില്ല. നമ്മൾ ഏറിയാൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു 70 വർഷം അല്ലെങ്കിൽ 80 വർഷം. നമ്മുടെ ഏത് വലിയ മനുഷ്യനാണെങ്കിൽ അവൻ മരിക്കും. ஆனால் നമുക്കൊരു പ്രത്യാശ ഉണ്ട്, ഞാൻ മരിച്ചാൽ ദൈവസന്നിധിയിൽ എത്തുമെന്ന് ഒരു പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വചനം അവയെ കർത്താവ് പിതാവ് എനിക്ക് നൽകിയിട്ടുണ്ട്, പിതാവിന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ച് പറിക്കയില്ല, നാനും പിതാവും ഒന്നാകുന്നു, എന്റെ ആടുകൾ അനുസരിച്ച് ഞാൻ നിത്യജീവനെ കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ആടുകൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, കർത്താവിന്റെ വഴിയിൽ നാം നടക്കണം. അവന്റെ വഴി നാം നടക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. വചനം തങ്ങളെ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു, അവരെ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്ന് കർത്താവിന്റെ വചനം പറയുന്നത്. നമ്മുടെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിൽ ആയിരിക്കട്ടെ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളോ പ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലോ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി എന്തോ വെളിപ്പെടാൻ പോണു എന്ന് നിങ്ങൾ ഓർത്ത് നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകുക. ദൈവം നിങ്ങളെ ജയമായി നടത്തും.